ആദ്യം തന്നെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ രാവിലെ മുതൽ എന്തൊക്കെയാണ് കഴിക്കാൻ കിട്ടുന്നത് എന്ന് നോക്കാം. രാവിലെ പുട്ടും കടലയും, ഉച്ചയ്ക്ക് എന്താ ചോറും പിന്നെ കറി, വൈകിട്ട് ചായയും എന്തെങ്കിലും കഴിക്കാൻ, രാത്രിയോ ഇതുപോലെ തന്നെ ചോറും കറിയും. ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും ലഭിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എങ്ങനെ 140 രൂപ മുടക്കി ഒരു ദിവസത്തെ കംപ്ലീറ്റ് ഹെൽത്തി ഡയറ്റ് പ്ലാൻ എങ്ങനെ നിർമ്മിക്കാം എന്ന് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ ഡയറ്റിന് ആവശ്യമുള്ള എന്തൊക്കെ സാധനങ്ങളാണെന്നും എങ്ങനെ ഇതൊക്കെ കുക്ക് ചെയ്തെടുക്കാമെന്നും നമുക്ക് കാണാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് 50 ഗ്രാം ഓട്സ്, 1 ഗ്ലാസ് പാല്, പിന്നെ 15 ഗ്രാം കപ്പലണ്ടി, ഒരു പഴവും. ഇതിനെല്ലാം കൂടെ ആകെ വരുന്നത് 23 രൂപ. ഇനി ഇത് കുക്ക് ചെയ്യാനായിട്ട് ഒരു പാനിൽ പാല് തിളപ്പിക്കുക, അതിലേക്ക് ഓട്സ് ഇടുക, ടേസ്റ്റിനായിട്ട് ഒരു ചെറിയ പീസ് ശർക്കര കൂടി ആഡ് ചെയ്യുക, 1-2 മിനിറ്റത്തേക്ക് സ്റ്റൗവിൽ തന്നെ വെക്കുക. നന്നായി കുക്കായതിനു ശേഷം നമ്മുടെ പഴവും കപ്പലണ്ടിയും ഇടുക. ഇത്രയേ ഉള്ളൂ. ഈ മീലിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് 54 ഗ്രാം കാർബോഹൈഡ്രേറ്റ്സ്, 17 ഗ്രാം പ്രോട്ടീൻ, 11 ഗ്രാം ഫാറ്റ്. പിന്നെ ഈ കഴിക്കുന്ന ഭക്ഷണമൊക്കെ എത്ര അളവുണ്ടെന്ന് നോക്കാനായിട്ട് നമുക്കൊരു കിച്ചൺ സ്കെയിൽ ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിക്കുന്ന കിച്ചൺ സ്കെയിലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിക്കാം. വളരെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു റഫ് ഐഡിയ ഉണ്ടായാൽ മതി. ഇനി നമുക്ക് ലഞ്ചിനായിട്ട് ആവശ്യമുള്ളത് 1 കപ്പ് ചോറ്, ഏകദേശം 300 ഗ്രാം വരും, 100 ഗ്രാം സോയ ചങ്ക്സ്, പിന്നെ ഇഷ്ടമുള്ള പച്ചക്കറികളെല്ലാം അരിഞ്ഞ് ഒരു ബൗളിലെടുക്കുക. അപ്പോൾ ഇതിനെല്ലാം കൂടെ ആകെ വരുന്നത് 23 രൂപയാണ്. ഇനി ഈ സോയ ചങ്ക്സ് കുക്ക് ചെയ്യാനായിട്ട് ഒരു പാനിൽ വെള്ളം തിളപ്പിക്കുക, കഴുകിയെടുത്തിരിക്കുന്ന സോയ ചങ്ക്സ് അതിലേക്കിട്ട് 5 മിനിറ്റോളം കുക്ക് ചെയ്യുക. ചൂടാറിയ ശേഷം സോയ ചങ്ക്സ് പിഴിഞ്ഞെടുക്കുക. ഇനി ഇതിനാവശ്യമുള്ള ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ഒരു ചെറിയ സവോള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലകളൊക്കെ ഇട്ട് ഒരു ഗ്രേവി ഉണ്ടാക്കുക. എന്നിട്ട് ഈ സോയ ചങ്ക്സ് ഇതിലേക്കിട്ട് ഇളക്കിയെടുക്കുക. ഈ മീലിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് 91 ഗ്രാം കാർബോഹൈഡ്രേറ്റ്സ്, 61 ഗ്രാം പ്രോട്ടീൻ, 2 ഗ്രാം ഫാറ്റ്സ്. വൈകിട്ട് സ്നാക്സിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് 4 മുട്ട, അതിൽ 2 ഫുൾ മുട്ട എടുക്കുക, പിന്നെ 2 വൈറ്റ് എടുക്കുക, പിന്നെ 100 ഗ്രാം ബ്രൗൺ ബ്രെഡ്. ബ്രൗൺ ബ്രെഡിന് പകരം ചപ്പാത്തി ഉപയോഗിച്ചാലും മതി. ചപ്പാത്തി ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പൈസ കുറയും, പക്ഷേ കൺവീനിയൻസിന് വേണ്ടിയാണ് ബ്രൗൺ ബ്രെഡ് ഉപയോഗിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ. അപ്പോൾ ഇതിനെല്ലാം കൂടെ ആകെ വരുന്നത് 30 രൂപയാണ്. പിന്നെ ഈ മുട്ടയൊക്കെ ഉപയോഗിച്ച് നമുക്കൊരു ഓംലെറ്റ് ഉണ്ടാക്കാം. അപ്പോൾ ബ്രെഡും ഈ ഓംലെറ്റും ഒക്കെ കഴിക്കാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല രുചിയുള്ള ഭക്ഷണവുമാണ്. അപ്പോൾ ഈ മീലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് 51 ഗ്രാം കാർബോഹൈഡ്രേറ്റ്സ്, 29 ഗ്രാം പ്രോട്ടീൻ, 16 ഗ്രാം ഫാറ്റ്സ്. ഇനി രാത്രി നമ്മുടെ ഏറ്റവും അവസാനത്തെ മീല് ഡിന്നറിന് നമുക്ക് എന്തൊക്കെ ആവശ്യമുള്ളതെന്ന് നോക്കാം. ഉച്ചയ്ക്ക് എടുത്തതുപോലെ തന്നെ ചോറ് 1 കപ്പിലെടുക്കുക, ഏകദേശം 300 ഗ്രാം വേണം, പിന്നെ 100 ഗ്രാം പനീർ, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം 1 കപ്പിൽ അരിഞ്ഞെടുക്കുക. അപ്പോൾ ഇതിനെല്ലാം കൂടെ ആകെ വരുന്നത് 56 രൂപയാണ്. അപ്പോൾ പനീർ കുക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു ഗ്രേവി വേണം. അപ്പോൾ അത് ഉച്ചയ്ക്ക് സോയ ചങ്ക്സിന് ചെയ്ത പോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ വെച്ചൊരു ഗ്രേവി ഉണ്ടാക്കുക, അതിലേക്ക് പനീർ ഇടുക. 5 മിനിറ്റ് കൊണ്ട് എല്ലാ പരിപാടിയും തീരും. അപ്പോൾ ഈ ഡിന്നറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് 64 ഗ്രാം കാർബോഹൈഡ്രേറ്റ്സ്, 27 ഗ്രാം പ്രോട്ടീൻ, 27 ഗ്രാം ഫാറ്റ്സ്. ഇതായിരുന്നു നമ്മുടെ ഫുൾ ഡേ ഡയറ്റ് പ്ലാൻ. അപ്പോൾ ഇതിനെല്ലാം കൂടെ ആകെ വരുന്നത് 140 രൂപയാണ്. അപ്പോൾ നമ്മൾ ഈ 140 രൂപ ഒരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ ഒരു ബിരിയാണി വല്ലതും കിട്ടും. അപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിൻ്റെ പൈസ വെച്ചിട്ടാണ് നമ്മളൊരു ഫുൾ ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഒരു ഹെൽത്തി ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് ഒത്തിരി പൈസയുടെ ഒന്നും ആവശ്യമില്ല. പിന്നെ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കഴിക്കുന്ന ഓരോ മീലിലും 20 മുതൽ 30 ഗ്രാം പ്രോട്ടീൻ ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുക. എന്നിട്ട് ഈ കൊടുത്തിരിക്കുന്ന ഭക്ഷണ സാധനങ്ങളെല്ലാം കഴിക്കുക. എന്നിട്ട് നിങ്ങളുടെ വെയിറ്റ് കൂടുകയാണെങ്കിൽ, നിങ്ങളുടെ ഗോള് വെയിറ്റ് കുറയ്ക്കണം എന്നാണെങ്കിൽ കഴിക്കുന്ന ഭക്ഷണം അപ്പോൾ കൂടുതലാണ്, കുറച്ച് ഭക്ഷണം കുറയ്ക്കുക.